ഹായ് ഫ്രണ്ട്സ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ പൂന്തോട്ടം കൃഷിത്തോട്ടമാണ് കാണിക്കുന്നത്. അപ്പോൾ ഒരു കുഞ്ഞി പൂന്തോട്ടം, കുഞ്ഞി കൃഷിത്തോട്ടമാണ്. അപ്പം നമുക്ക് വേഗം വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് തന്നെ പൂന്തോട്ടം കാണിക്കുക. പൂന്തോട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് ഈ ഒരു പൂവാണ്, പനിനീർ പൂവ്. ഇത് അമ്മ നട്ടതാണ്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് ഇവിടെ നട്ടി. ഇപ്പം നല്ലോണമായി. അല്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കുന്നത് അങ്ങനെ നട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ തേച്ച് കാട് പിടിച്ചിട്ടാണല്ലോ എല്ലാം വൃത്തിക്കുന്നത്. ഇത് 10 മണികളാണ്. ഇത് ലൈറ്റ് അല്ലാത്ത 10 മണി, ഇത് ലൈറ്റ് കളറല്ലാത്ത 10 മണി, ഇത് ലൈറ്റ് കളറായത് നല്ല കട്ടിയുള്ളത്. ഇത് പിന്നെ വെള്ള കളറിലെ 10 മണി, മറ്റേ പന്നീർ പോലെയാകുന്ന പോലത്തെ. പിന്നെ ഇതും അത് തന്നെയാണ് 10 മണികൾ. പിന്നെ ഇത് ഒരു താമരപ്പൂവിൻ്റെ ഇല പോലെയുണ്ട്. ഏതാ ചെടി ഏതാ പൂവിൻ്റെതെന്നൊന്നും അറിയില്ല. ഏതോ പൂവിൻ്റെ ആണ്, ഓർമ്മ കിട്ടുന്നില്ല. ഇത് രണ്ടും ഏതാണെന്ന് അറിയില്ല. ശംഖുഷ്പാറ്റാണെന്ന് തോന്നുന്നു. ഞാൻ നട്ടതാണ്, പക്ഷെ എനിക്ക് തിരിക്കുക. ഇത് താമരപ്പൂവിൻ്റെ ഇല പോലത്തെ നേരത്തെ കാണിച്ചത്. ഇതും അതേപോലെ തന്നെയാണ്. ഇതിലൊരു വൈറ്റ് കളറുണ്ട്, സാധാരണ 10 മണിൻ്റെ ഇതാണ്. അപ്പോൾ ഇതും ആ കളറിൽ തന്നെ. ഇത് പിന്നെ നമ്മളെ ഡാലിയ ഉണ്ടാവില്ലേ, അതാണ് ഡാലിയ മല്ലികയാണ്. പിന്നെ ഇത് പിന്നെ നമ്മളെ 10 മണീൻ്റെയാണ് വേറെ ഒരായിട്ട്. ഇത് നമ്മളെ ഉറുമാമ്പഴത്തിൻ്റെയാണ്. ഇത് ഞാൻ നട്ടൊരു പന്നീറാണ്. നല്ലൊരു അടിപൊളി പൂവായിട്ടുള്ള നാടൻ ടൈപ്പായിട്ടുള്ള പൂവായിട്ടുള്ളതാണ്. ഇത് തന്നെ റംബൂട്ടാനാണ്. പഴവർഗ്ഗത്തിൽ കൃഷി ചെയ്തത് റംബൂട്ടാനാണ്. പിന്നെ അതേപോലെ തന്നെ പിന്നെ ഇത് നമ്മൾ കൃഷി ചെയ്ത കപ്പയാണ്. ഇത് ബാക്കിയുള്ള കപ്പേനെക്കാട്ട് വ്യത്യസ്തമായിട്ടുള്ള കപ്പയാണ്. ഇത് ഷുഗറില്ലാതെ തിന്നുന്ന ഷുഗർ കുറയുന്നതാണ്. അപ്പോൾ പിന്നെ ഫ്രൂട്ട്സ് വർഗ്ഗത്തിൽപ്പെട്ട അതും പിന്നെ 2 കൂടി ഉണ്ട്. അപ്പോൾ ഇവിടെയും കുറേ 10 മണിയൊക്കെ നട്ടിട്ടുണ്ട്. പിന്നെ അവിടെയുണ്ട് എന്തോ നമ്മൾ പേര് പറയുന്നത്, അതിനും അതിൻ്റെ വേറെ കളറിട്ട്, അതിൻ്റെ വേറെ കളറാണ്. അപ്പോൾ ഇത് നമ്മൾ സീതപ്പഴം എന്ന് പറയും, സീതപ്പഴത്തിൻ്റെ. പിന്നെ അതിൻ്റെ ബാക്കിലുള്ളത് മറ്റേ നാരങ്ങയാണ്. പിന്നെ അവിടെ കുഞ്ഞി ഇതുമുണ്ട്, നല്ല ഒരു മണമുള്ളൊരു മുല്ല. ഇത് മാങ്ങേൻ്റെയാണ്. ഇത് തീയണ അറിയില്ല, ഇതുള്ളതാണ്. ഇത് ചക്കമുല്ല എന്ന് പറയും. പിന്നെ അതിൻ്റെ ബാക്കിലുള്ള ചെടികൾ ഒന്ന് വയലറ്റ് കളറിലുള്ള പൂ വരുന്നതാണ്. പിന്നെ ഉള്ളത് ഇങ്ങോട്ട് പുല്ല് പിടിച്ചിട്ടാണ്. അപ്പോൾ ഇത് കരിമ്പ് നമ്മളെ കുഴിച്ചിട്ടാണ് നമുക്ക് തന്നിട്ട്, പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അത് തന്നെ താനെ മുളക്കൊക്കെ ചെയ്തു. പിന്നെ അവിടെ കുഴിച്ചിട്ടു. പിന്നെ ഇത് കാന്താരി. പിന്നെ ഇത് വൈതിരിങ്ങയാണ്. അപ്പോൾ 2 ഉണ്ട് വൈതിരിങ്ങ.